ഒരു വറുത്ത മുട്ട $2000 വിൽക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി ഒരു സ്പൂൺ എടുത്ത് അത് രുചിച്ചു നോക്കി. ഇത് യഥാർത്ഥ മുട്ടയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ജാക്ക് അത് രുചിച്ചു നോക്കിയപ്പോൾ മാമ്പഴ നീരും തണുത്ത തേങ്ങാപ്പാലും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അയാൾ കണ്ടെത്തി. അടുത്ത വിഭവം അതിലും വിചിത്രമായിരുന്നു. അത് ഒരു ചട്ടിയിൽ വളർത്തിയ ചെടി പോലെ കാണപ്പെട്ടു. അവർ അത്ഭുതപ്പെട്ടപ്പോൾ റെസ്റ്റോറന്റ് മാനേജർ പുറത്തുവന്നു. ഇത് ഒരു പച്ചക്കറി സാലഡ് ആണെന്നും അതിന്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണെന്നും അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ അഭിമാനവും അഹങ്കാരവും നിറഞ്ഞിരുന്നു. അവളുടെ മനോഭാവത്തിൽ ജാക്ക് ദേഷ്യപ്പെട്ടു. അയാൾ സാലഡ് എടുത്ത് അടുക്കളയിലേക്ക് പോയി. താൻ ഇവിടെ വന്നത് ഭക്ഷണം കഴിക്കാനാണ്, മാന്ത്രിക വിദ്യകൾ കാണാനില്ലെന്ന് അയാൾ ജിമ്മിനോട് പറഞ്ഞു. ജിമ്മിനോട് ദേഷ്യപ്പെട്ടില്ല. പകരം ഗ്രേഡ് 5 വാഗ്യ ബീഫിന്റെ ഒരു കഷണം പുറത്തെടുത്ത് ജാക്കിന് ഒരു വെല്ലുവിളി നൽകി. ലഭ്യമായതെല്ലാം ഉപയോഗിച്ച് യഥാർത്ഥ ഭക്ഷണം കാണിക്കാൻ ജാക്ക് തീരുമാനിച്ചു. അയാൾ ഒരു കത്തി എടുത്ത് പച്ച ഉള്ളി ചെറിയ കഷണങ്ങളായി അരിഞ്ഞു. എന്നിട്ട് ഉള്ളി ചൂടുള്ള എണ്ണയിലിട്ടു. അയാൾ പെട്ടെന്ന് ബീഫ് സ്ട്രിപ്പുകളായി മുറിച്ചു. അയാൾ ബീഫ് ഗ്രിൽ ചെയ്ത് ഉള്ളിയുമായി കലർത്തി. എന്നിട്ട് ഉയർന്ന ചൂടിൽ അത് വേഗത്തിൽ വറുത്തു. എള്ളെണ്ണ, ജീരകം, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ അദ്ദേഹം ചേർത്തു. പെട്ടെന്ന് തന്നെ സ്വാദിഷ്ടവും രുചികരവുമായ ഒരു വിഭവം തയ്യാറായി. ജാക്ക് ശരിക്കും വൈദഗ്ധ്യമുള്ളവനായിരുന്നു. പക്ഷേ ജിം അതിൽ മതിപ്പുളവാക്കിയില്ല. അദ്ദേഹം ഒരു ബ്ലോട്ടോർച്ച് എടുത്ത് വാഗ്യു മികച്ച മീഡിയം അപൂർവമായി വറുത്തു. സ്റ്റീക്ക് തുല്യമായി മുറിച്ച് പച്ച ഇലകളിൽ ശ്രദ്ധാപൂർവ്വം വച്ചു. എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധ ചെലുത്തി. ഒരു പ്രത്യേക തരം മരം ഉപയോഗിച്ച് പുക സൃഷ്ടിക്കാൻ അദ്ദേഹം ഒരു തീപ്പെട്ടി കത്തിച്ചു. കുറഞ്ഞ താപനിലയിൽ അദ്ദേഹം 30 മിനിറ്റ് ബീഫ് പുകച്ചു. ഫലം മൃദുവും സുഗന്ധമുള്ളതുമായ വാഗ്യു സ്റ്റീക്ക് ആയിരുന്നു. പരമ്പരാഗത ചൈനീസ് പാചകം പഴയതും മാറ്റമില്ലാത്തതുമാണെന്ന് ജിം വിശ്വസിച്ചു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേശീയ പാചക മത്സരത്തിൽ താൻ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ജാക്ക് സ്റ്റീക്ക് എടുത്ത് അത് മണത്തു. ജിമ്മിന് യഥാർത്ഥ വൈദഗ്ധ്യമുണ്ടെന്ന് സമ്മതിച്ചു. ഒരു വാക്കുപോലും പറയാതെ അദ്ദേഹം തിരിഞ്ഞു നടന്നു. കൗതുകത്തോടെ ജിം ജാക്ക് ഉണ്ടാക്കിയ വിഭവം രുചിച്ചു. ഒരു കടി കഴിച്ചയുടനെ അദ്ദേഹം ഞെട്ടിപ്പോയി. ബീഫ് അവിശ്വസനീയമാം വിധം മൃദുവും പുതിയ രുചിയും നിറഞ്ഞതായിരുന്നു.